ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വീട്ടിൽ നിന്നും ജോലി ചെയ്യുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ചാനലിൽ കുറേ പുതിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം റീസെൻ്റ്ലി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ. അപ്പം എൻ്റെ പേര് മഞ്ജു. ഞങ്ങളിവിടെ മെൽബൺ, ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. ഞാനും ഹസ്ബൻഡും 2 മക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനൊരു ഓട്ടോമേഷൻ ടെസ്റ്റ് എഞ്ചിനീയറാണ്. നമുക്ക് 2 ദിവസം ഓഫീസിൽ പോകണം, ബാക്കിയുള്ള 3 ദിവസം വീട്ടിൽ നിന്ന് ജോലി ചെയ്യാം. അങ്ങനെയാണ്. ഇന്ന് വീട്ടിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പം ഞാനൊരു 9:30 ആ ഒരു സമയം തൊട്ട് 5:36 അങ്ങനെയാണ് എൻ്റെ ഒരു വർക്കിംഗ് അവേഴ്സ്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിലും നമ്മളൊന്ന് ഡ്രസ്സപ്പ് ചെയ്ത് പ്രസൻറ്റബിളായിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ പുറത്ത് പോയി ജോലിയൊന്നും ചെയ്യാത്തവരാണെങ്കിലും നമ്മൾ രാവിലെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രഷായിട്ടും പ്രസൻറ്റബിളായിട്ടും ഇരിക്കുന്നത് നമ്മുടെ മൂഡ് ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ കോൾസൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ ഓൺ ചെയ്ത് കോൾസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ചിലരൊക്കെ വീഡിയോ ഓൺ ചെയ്യാറില്ല. പക്ഷേ അല്ലേ, നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ നിന്നാകുമ്പോൾ നമ്മളെപ്പോഴും വീഡിയോ ഒക്കെ ഓണാക്കി വെക്കുകയാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടെ നല്ലതായി തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ലെവലിലാണെങ്കിലും അവരതാണ് എൻകറേജ് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം തുടങ്ങിയ സമയത്ത് അധികം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. അന്നേരം ഒരു പ്രോപ്പർ വർക്ക് സെറ്റപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ലാപ്ടോപ്പൊക്കെ കയ്യിലെടുത്തുകൊണ്ടാണ് ഹോളിലും കിച്ചണിലും ലിവിങ് റൂമിലും ബെഡ്റൂമിലും ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. കാരണം നമ്മുടെ ഒരു പ്രതീക്ഷ ഇതൊരു 1 or 2 വീക്സ് അത് കഴിയുമ്പോൾ നമ്മൾ ബാക്ക് ടു നോർമൽ അങ്ങനെയാണല്ലോ. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ ഒരു ന്യൂ വേ ഓഫ് ലൈഫാണ് അല്ലെങ്കിൽ വർക്കാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനുശേഷം ഈ പറയും പോലെ ഒരു പ്രോപ്പറായിട്ടുള്ള വർക്ക് സെറ്റപ്പൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ ഒരു സ്റ്റാൻഡിങ് ഡെസ്ക് മേടിച്ചു. അപ്പം ഞാൻ ഈ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ റിയലി എൻകറേജ് ടു ബൈ എ സ്റ്റാൻഡിങ് ഡെസ്ക്. കുറച്ച് നേരമെങ്കിലും, ഞാനങ്ങനെ ഒരുപാട് നേരം നിന്ന് വർക്ക് ചെയ്യാറില്ല, പക്ഷേ എവ്രി അവർ ഒരു 10 minutes ഒക്കെ നിന്നിട്ട് വർക്ക് ചെയ്യും. പലപ്പോഴും നമ്മൾ ഇരിപ്പിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ മറന്നു പോവാണോ ഒന്ന് എണീക്കാനോ നമ്മുടെ ബോഡി മൂവ് ചെയ്യാനോ ഒക്കെ. അപ്പം ഞാനൊക്കെ ഓഫീസിലൊക്കെ ആണെങ്കിൽ എൻ്റെ കൊളീഗ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ പല പ്രശ്നങ്ങളാക്കും. നമുക്ക് കഴുത്തിനും നടുവിനും മുട്ടിനും ഒക്കെ വേദനയില്ലാത്തവരായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ലാത്തവർ വളരെ കുറവാണ്. ഇതിൻ്റെ ഒരു ബേസിക് കാര്യം നമ്മുടെ ഈ ഒരു പോസ്ചറാണ്. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു ലോങ് ടേമിൽ അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മുടെ ഒരു ഏർലി സ്റ്റേജ് ഓഫ് കരിയറിൽ ഇതൊന്നും ഓർക്കാത്ത കാര്യങ്ങളാണ്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണല്ലേ. നമ്മൾ കിട്ടുന്ന ജങ്കെല്ലാം കഴിക്കുന്നു, പിന്നെ വർക്കൗട്ട്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കുന്നേയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ചുകൂടെ, എല്ലാവരും എന്നല്ല എന്നാലും കുറേ പേര് കുറച്ചും കൂടി ഒരു കോൺഷ്യസ് ആണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടുമ്പോഴെങ്കിലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മുടെ ഒരു ഹെൽത്ത്, നമ്മുടെ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു പ്രയോറിറ്റി ആക്കുക. അപ്പം ഞാൻ ഈ വർക്കിംഗ് ഡേയിൽ ഒരു കുറച്ച് നേരം, ഞാനതൊരു വർക്കൗട്ട് എന്ന രീതിക്കൊന്നും അല്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക, കുറച്ച് സൺലൈറ്റൊക്കെ കൊള്ളുക എന്നുള്ള ഒരു രീതിയിൽ ഒരു ചെറിയ വോക്കിനെങ്കിലും പോകും. ശരിക്കും നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങുന്നത് നമ്മുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ വർക്കിലൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങുക. നമ്മൾ കുറേ നേരം അതിൻ്റെ മുമ്പിലിരുന്നിട്ട്, അതായത് ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരുന്നിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. പിന്നെ വൈകുന്നേരം ലോഗ് ഓഫ് ചെയ്ത്, ഞാനിപ്പോൾ വൈകുന്നേരത്തെ ഒരു റുട്ടീനാണ് നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല വെതറൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. നമുക്കിനി ഇവിടെ തണുപ്പൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സമ്മറായി വരികയാണ്. ഈ ദിവസങ്ങളൊക്കെ 20s ആണ്, നല്ലൊരു ഐഡിയൽ ടെമ്പറേച്ചറാണ്. അങ്ങനെ അധികം വിൻഡിയൊന്നും അല്ല. പിന്നെ ഞാൻ കുറച്ച് ചെടികളും പച്ചക്കറികളും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പുറത്തിറങ്ങി ഇതിനൊക്കെ വേര് വന്നോ മുള വന്നോ എന്തോരം വലുതായി എന്നൊക്കെ നോക്കുന്നതാണ് ഒരു പ്രധാന ഹോബി. നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ എന്തെങ്കിലുമൊക്കെ നട്ടാൽ അതിൻ്റെ ഒരു വളർച്ച കാണാനായിട്ട്. പിന്നെ നമുക്കൊരു ഭയങ്കര തിരക്കാണല്ലേ, പെട്ടെന്ന് പൂവും കായൊക്കെ ആവണമെന്നാണ് ആഗ്രഹം. അപ്പം ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് നനച്ച്, അപ്പോൾ കുറേ ഈ ദിവസങ്ങളൊക്കെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഞാൻ പിന്നെ റീസെൻ്റ്ലി നട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നനച്ച് കൊടുത്താണ്. കഴിഞ്ഞ വർഷം അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു പച്ചക്കറികളും ചെടികളും ഒന്നും ഇല്ലായിരുന്നു. ഈ വർഷം ഇങ്ങനെ കുറച്ച് ചെടികളും പച്ചക്കറികളും ഒക്കെ നട്ടിട്ടുണ്ട്. എന്താകും എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ബെൻഡിങ്സിൽ നിന്ന് കുറച്ച് സീഡ്ലിങ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറച്ച് മുന്നേ നട്ട കൊറിയാണ്ടർ സീഡ്സ് ആണ് കേട്ടോ. ഇതൊരു 3 ആഴ്ചയിൽ കൂടുതൽ എടുത്ത് മുളയ്ക്കാനായിട്ട് ഞാൻ എപ്പോഴും തന്നെ കൊറിയാണ്ടർ ലീവ്സ് മേടിക്കാറാണ് പതിവ്. ഇത് എഗ് പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒച്ചിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഞാനീ പറയും പോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താണ്. അപ്പോൾ ചെറിയ സീഡ്ലിങ്സ് ഒക്കെ ആകുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് ക്യൂക്കുംബറാണ്. അത് 2 ഓൾറെഡി ഒച്ച് വന്നിട്ട് ഇറുക്കി കളഞ്ഞു. നന്നായിട്ടുണ്ടാവും ഈ ക്യൂക്കുംബർ. പിന്നെ ഇത് ടൊമാറ്റോ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നട്ടു കൊടുത്താണ്. തൈകളൊക്കെ ബെൻഡിങ്സിൽ നിന്ന് മേടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെടികളോടൊക്കെ കുറച്ച് വർത്താനം പറഞ്ഞിട്ട് ഇനി നമ്മുടെ വൈകുന്നേരത്തെ ഡിന്നർ പരിപാടികളാണ്. അപ്പോൾ ഇന്ന് ഡിന്നറിന് ഒരു പ്രോട്ടീൻ ദോശ എന്നൊക്കെ പറയാം. നമുക്കിത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാവുന്ന ദോശയാണ്.
ഞാനിതിലോട്ടൊരു 1/2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ ലെൻറ്റിൽസ് ആണ് യൂസ് ചെയ്യുന്നത്, പയറ്, പരിപ്പ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ്. കുറച്ച് അരിയും കൂടുതൽ പയറുവർഗ്ഗങ്ങളും. പിന്നെ ഞാനിതിലോട്ട് കുറച്ച് ചന, കടല ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ചെറുപയർ, കുറച്ച് ഉഴുന്ന്. അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ മേ ബി ഒരു 1/4 കപ്പ് വെച്ചിട്ട് അങ്ങനെ എടുക്കാം. ചെറുപയർ കുറച്ച് അധികം ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ള പയറ്, പരിപ്പ് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഇടാം. നമ്മുടെ സാധാരണ ദോശേനേക്കാളും കുറച്ചുകൂടെ പ്രോട്ടീൻ റിച്ച് ആണ്, നല്ല ഫില്ലിംഗ് ആണ്, നല്ല യമ്മിയാണ്. ഇത് നമ്മളെപ്പോഴും ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് അരയ്ക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ കടലയൊക്കെ ഇടുന്നതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങ് നന്നായിട്ട് കുതിരത്തില്ല. ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ളത് പച്ചരിയും ചെറുപയർ പരിപ്പും അതുപോലെ ഉഴുന്നുമാണ്. അപ്പോൾ ഈ ഉഴുന്നും ചെറുപയറും നന്നായിട്ട് ഫെർമെൻ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഇൻസ്റ്റൻറ്റ് ദോശയാണെങ്കിലും ഇത് നമ്മളൊന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല യമ്മിയാണ്. ഞാൻ കുറച്ച് ഉലുവ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ കുതിരാൻ വെക്കുക. എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് അരച്ചെടുക്കുക. നമ്മൾ സാധാരണ ദോശയാണെങ്കിൽ നമ്മൾ ആ സോക്ക് ചെയ്ത വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുന്നത് ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് രാവിലെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരം ദോശ ഉണ്ടാക്കും. ഇത് മിക്കവാറും ഡിന്നറിനാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഇനി ഇത് അരയ്ക്കാൻ നേരത്ത് നമ്മളിതിലോട്ടൊരു 2 പച്ചമുളകും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ജീരകം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ അരച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അത് മിക്സിയിലോട്ട് ഇടേണ്ട ജീരകമായിരുന്നു, ഞാൻ എന്തോ ഓർത്തിട്ട് അതിലോട്ട് ഇട്ടതാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ സാധാരണ ദോശയ്ക്ക് അരക്കില്ലേ അതുപോലെ അരച്ചെടുക്കുക. ഇത് ഞാൻ രാവിലെ അരച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു തുള്ളി ഈസ്റ്റൊക്കെ ഇടാം. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും വഴറ്റേണ്ട ആവശ്യമില്ല, കുറച്ചധികം ഫ്രൈ ആയിപ്പോയി, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിലോട്ട് നമുക്ക് 2 തക്കാളി, ഒരു ഉള്ളിയാണെങ്കിൽ 2 തക്കാളി ഇരട്ടി ക്വാണ്ടിറ്റിയിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് തണുക്കാൻ വെക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിതൊക്കെ ഡിന്നറിന് ഉണ്ടാക്കുമ്പോൾ ഞാനൊരു 2 നേരത്തേക്കുള്ള ദോശമാവും ഈ ഒരു ചട്നിയും പ്രിപ്പയർ ചെയ്യും. അപ്പം ഇന്ന് ഡിന്നറിന്, ഇനിയിപ്പോൾ മറ്റന്നാൾ ഡിന്നറിന് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഇങ്ങനെ എക്സ്പെരിമെൻ്റലായിട്ട് ഇഷ്ടമാകുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്ത ഐറ്റംസൊക്കെ ഞാനങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കാറില്ല. അങ്ങനെ ഈ ഒരു സംഭവം ഒരുവിധം സോട്ടായി വന്നിട്ടുണ്ട്. ഞാനത് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് നാളെ രാവിലെ അപ്പമാണ്. അപ്പവും മുട്ടക്കറീൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഗ്രേവിയല്ല, ഉള്ളിയും തക്കാളിയും കൂടി നന്നായിട്ട് സോട്ട് ചെയ്ത് മസാലയൊക്കെ ഇട്ട് ഫുൾ റെഡിയാക്കി വെക്കും. രാവിലെ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമുക്ക് രാവിലത്തെ ജോലി അത്രയും എളുപ്പമല്ലേ. അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ ചട്നിക്ക് വേണ്ടി വഴറ്റി വെച്ച തക്കാളിയും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് പൾസ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് അരഞ്ഞു വരും. നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത ആ ഒരു പാനില്ലേ, അത് തന്നെ നമുക്കൊന്ന് ചൂടാകാൻ വെക്കാം. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സീസണിങ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാനിൽ ഇച്ചിരി കടുക് പൊട്ടിച്ചു, ഇച്ചിരി വറ്റൽമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലേ അതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും കൂടി വഴറ്റിയപ്പോൾ അതിലോട്ട് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ. വളരെ കുറച്ച് മതി. ഞാൻ ഈ മക്കൾക്കൊക്കെ വേണ്ടി ആയതുകൊണ്ട് അങ്ങനെ ഒത്തിരി സ്പൈസി ആക്കാറില്ല. ഇനി ഇതിലോട്ടൊരു 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു എരിവും പുളിപ്പും ഈ ഒരു മധുരവും അങ്ങനെ എല്ലാം കൂടെ നല്ല രസമുള്ളൊരു ചട്നിയാണ്. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടമാണ്. നമ്മുടെ സാധാരണ ദോശേൻ്റെ കൂടെ ആണെങ്കിലും ഇതൊരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാം റെഡിയായി കഴിയുമ്പോൾ ആ സീസണിങ്ങും കൂടെ നമ്മൾ ഈ ഒരു ചട്നിയിലോട്ട് ആഡ് ചെയ്യുക, എല്ലാം കൂടെ മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡിയാണ്. ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ സിലിക്കൺ സ്പാച്ചുല ഇല്ലേ, ഇത് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ കറികളൊക്കെ ഇങ്ങനെ ഒരു തരി പോലും പാനിൽ ബാക്കിയില്ലാതെ ഇങ്ങനെ വടിച്ച് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാനായിട്ട്. അതുപോലെ നമ്മൾ കേക്കിൻ്റെ ഒക്കെ ബാറ്റർ ഉണ്ടാക്കില്ലേ, എന്നിട്ട് ആ ബാറ്റർ ബേക്കിംഗ് ട്രേയിലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു സ്പാച്ചുല അടിപൊളിയാണ് കേട്ടോ. ഞാനൊരു 5:30 ആ ഒരു സമയത്തൊക്കെയാണ് ലോഗ് ഓഫ് ചെയ്യാറുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം നമ്മുടെ ഗാർഡനിങ് പരിപാടികളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഈ ഒരു സോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ പാരലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യുക. അല്ലാതെ ഒരു കാര്യം ഫുള്ള് കംപ്ലീറ്റ്ലി തീർത്തിട്ട് അടുത്തതിലോട്ട് പോകുക എന്ന് പറയുമ്പം അപ്പോഴാണ് നമുക്ക് എല്ലാത്തിനും സമയം തികയാതെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അതിൻ്റെ കൂടെ എന്തെങ്കിലും കുക്കിങ്ങും കൂടെ ചെയ്യും. കാരണം ഈ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുക എന്ന് പറയുന്നത് കുറേ സമയം എടുക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അത് വഴറ്റുന്ന കൂടെ കിച്ചണിൽ ക്ലീനിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ക്ലീനിങ്ങോ അങ്ങനെയൊക്കെ ഞാൻ കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ എപ്പോഴും റിമൈൻഡർ വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിൽ എന്തെങ്കിലും സാധനമൊക്കെ വെച്ച കാര്യം ഞാൻ മറന്നു പോകും. എനിക്കങ്ങനെ ഓർത്തിരിക്കാനൊന്നും പറ്റാറില്ല. പക്ഷേ ഞാൻ എപ്പോഴും റിമൈൻഡർ വെക്കും. അപ്പം അത് കറക്റ്റായിട്ട് അങ്ങനെ നടക്കും. അതുപോലെ എൻ്റെ ക്ലീനിങ്, പാത്രം കഴുകലെല്ലാം വൈകുന്നേരമാണ്. ഞാൻ ഇടയ്ക്ക് അങ്ങനെ പാത്രം കഴുകലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എനിക്കിങ്ങനെ പല പ്രാവശ്യം കൈ നനയ്ക്കുന്ന പരിപാടി എനിക്കിഷ്ടമല്ല. പിന്നെ ഡിഷ് വാഷറിലൊക്കെ വെക്കാൻ പറ്റുന്നത് ചില സമയത്ത് ഈ പറയും പോലെ വെക്കും. ചില സമയത്ത് നല്ല
തിരക്കായിരിക്കും, നമ്മൾ മീറ്റിങ്ങിൻ്റെയൊക്കെ ഇടയിൽ കൂടിയായിരിക്കും ചിലപ്പോൾ ഫുഡ് തന്നെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു വരുമ്പോൾ ചെറിയൊരു കാര്യമാണ്, പക്ഷേ അതിന് സമയം കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു 5 മിനിറ്റ്സ് നമുക്ക് ലഞ്ചിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കുറേ ഐറ്റംസ് ആ ഡിഷ് വാഷറിലോട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു പണി അങ്ങ് തീരും. അല്ലെങ്കിൽ നമ്മൾ ഈ പറയും പോലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരുപാട് പാത്രങ്ങളുണ്ടാവും. എന്നാലും ഡിഷ് വാഷറൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. കുറേ പാത്രങ്ങൾ അതിൽ കഴുകാൻ പറ്റുമല്ലോ. നമ്മൾ ഈ ഡിഷ് വാഷറിൽ പാത്രങ്ങൾ വെക്കുമ്പോൾ ഓരോന്ന് റിൻസ് ചെയ്ത് വെക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ടൊന്ന് സ്റ്റാക്ക് ചെയ്തിട്ട് പിന്നീട് ഒരുമിച്ച് ഡിഷ് വാഷറിലോട്ട് ലോഡ് ചെയ്യുക. എനിക്ക് അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ല എളുപ്പമായിട്ട് തോന്നാറുണ്ട്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് വെക്കുന്നതിന് പകരം ഈ കാണുന്ന പോലെ നമ്മൾ ബൗൾസ് എല്ലാം കൂടി റിൻസ് ചെയ്ത് ഒരു സൈഡിൽ വെക്കുക. എന്നിട്ട് അതെല്ലാം റെഡിയായി കഴിയുമ്പോൾ ഡിഷ് വാഷറിലോട്ട് ലോഡ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല എളുപ്പമാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഡിഷ് വാഷറിൽ വെക്കാനും പറ്റും. നമ്മൾ പലപ്പോഴും ഈ പാത്രങ്ങൾ കഴുകി കഴിയുമ്പോൾ ചിലരെങ്കിലും അല്ലേ ക്ലീൻ ആകാറില്ല എന്നൊക്കെയുള്ള കംപ്ലയിൻറ്റ്സ് കുറച്ച് കോമൺ ആണ്. അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ പാത്രങ്ങൾ കറക്റ്റായിട്ട് വെക്കാത്തതാണ്. അതുപോലെ നമ്മൾ കണ്ടമാനം ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഇത് നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ യൂസർ മാനുവലൊക്കെ ഒന്ന് നോക്കുക. അങ്ങനത്തെയൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഡിഷ് വാഷറിനെ പറയും പോലെ കുറേ കാലമായിട്ട് ഇങ്ങനെ കംപ്ലയിൻ്റ് ആയിരുന്നു. ഞാൻ പലതും ട്രൈ ചെയ്തു, പക്ഷേ ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ അവസാനം പുതിയൊരു ഡിഷ് വാഷർ വാങ്ങി, LGൻ്റെ ആണ്. അതിനുശേഷം നല്ല അടിപൊളിയാണ്. അത് 11 ലിറ്ററാണ് ഒരു സൈക്കിളിന് വരുന്നത്. നമ്മൾ കൈ കൊണ്ടൊക്കെ കഴുകിയാൽ ഒരു തരത്തിലും നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാനതുപോലെ എന്തെങ്കിലും പാർട്ടിക്ക് ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ ലോഡ്സ് ആണെങ്കിലും ഡിഷ് വാഷറാണ് ഞാനിപ്പോൾ അധികം പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ആദ്യം കയ്യോ കുറേ വെള്ളം പോകുമല്ലോ എന്നുള്ള ഒരു കുറ്റബോധം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുമില്ല. കാരണം അല്ലേ 11 ലിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും പാത്രങ്ങൾ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് എന്താണെങ്കിലും അത്രയും കുറഞ്ഞ വെള്ളത്തിൽ അത്രയും വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ഒരുമിച്ച് ലോഡ് ചെയ്യും. എനിക്കത് കുറച്ചുകൂടെ നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പറയും പോലെ നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ കുക്കിങ്ങിന് മുന്നോ ആയിട്ട് ഞാനൊരു ക്വിക്ക് കിച്ചൺ ക്ലീനിങ് ചെയ്യും. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. കുറേ പാത്രങ്ങളൊക്കെ കഴുകും. ഒരുവിധം ഒന്ന് അടുക്കി പെറുക്കി വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കുക്കിംഗ്. ഞാൻ എൻ്റെ ഒരു മെയിൻ കുക്കിംഗ് ഈവനിംഗ് ആണ് ചെയ്യാറുള്ളത്, പ്രത്യേകിച്ച് ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് രാവിലെ കുറച്ച് സമയമുണ്ടല്ലോ. അപ്പോൾ ഓരോ ദിവസവും കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്നാലും വൈകുന്നേരം കൂടുതൽ കുക്കിംഗ് ചെയ്യാനാണ് എനിക്കിഷ്ടം. എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കിച്ചനാണ് കേട്ടോ. നല്ല ലൈറ്റിങ്ങും പിന്നെ നമ്മൾ ഈ കിച്ചൺ സിങ്ക് ഒരു സൈഡിലാണ്. സാധാരണ നമുക്ക് കിച്ചൺ ഐലൻഡിലായിട്ടാണ് നമ്മുടെ സിങ്ക് വരിക. അപ്പം ഇവിടെ ലിവിങ് റൂം കിച്ചൺ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ലിവിങ് റൂമും കിച്ചണും എന്താ പറയുക ഒരേപോലെയാണ്. അപ്പം നമ്മളത് എപ്പോഴും നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒരു ഭക്ഷണശീലങ്ങളും നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ സിങ്ക് എപ്പോഴും ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ രാത്രി പറയും പോലെ കിടക്കുന്നതിന് മുന്നേ എല്ലാം ക്ലിയർ ചെയ്ത് സിങ്ക് ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളത് എന്താ പറയുക നമ്മുടെ ഒരു നൈറ്റ് ടൈം റൂട്ടീൻ്റെ ഭാഗമാണ്. അപ്പോൾ പലരും ഇങ്ങനെ വിചാരിക്കും നമ്മളിങ്ങനെ പുറത്തൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സുഖമല്ലേ, നമുക്ക് എന്താ പണി. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ വിചാരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ ഒരു വീട്ടിലെ ജോലികൾ എന്ന് പറയുന്നത് അല്ല എന്തുമാത്രം ജോലികളുണ്ട്. നമ്മളീ ഒരു കുക്കിങ്ങും ക്ലീനിങ്ങും നമ്മുടെ വീട്ടിലെ ഒരു ബേസിക് കാര്യങ്ങൾ നോക്കി ഒരു വീട് മാനേജ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഓരോ ജനറേഷൻ അനുസരിച്ചല്ലേ അതിൽ വ്യത്യാസം വരുന്നു എന്ന് മാത്രം. എൻ്റെ മമ്മി ടീച്ചറായിരുന്നു, മമ്മി പപ്പയും ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരാണ്. അപ്പോൾ മമ്മി സ്കൂളിൽ പോകുമ്പോൾ 6 ടിഫിൻ ബോക്സ് റെഡിയാക്കിയിട്ട് വേണം പോകാനായിട്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡിയാക്കി ഒരു 9 മണിക്കുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അല്ലേ, നമ്മളിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ളവരെ സംബന്ധിച്ചല്ലേ. അപ്പം പക്ഷേ ആ ഒരു സമയത്ത് അത് വളരെ നോർമലായിരുന്നു. ഒരുവിധം ജോലി ചെയ്തിരുന്ന എല്ലാവരും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഓരോ തലമുറ കഴിയുന്തോറും നമുക്കുള്ള സൗകര്യങ്ങൾ കൂടിക്കൂടി വരും. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്കൊരു പണിയില്ല, നമ്മൾ വെറുതെ ഇരുന്നാൽ മതി എന്നല്ലല്ലോ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാതിരിക്കുക. നമുക്ക് നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആയിട്ടും നന്നായിട്ടും കൊണ്ടുപോകാൻ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പം ഞാൻ ആ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ കഴിയുന്നത്ര ഒരു ക്ലീനിങ്ങും കിച്ചൻ്റെ അടുക്കിപ്പെറുക്കലും ഒക്കെ അങ്ങ് ചെയ്യും. അപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും കിച്ചനും ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പാത്രങ്ങൾ കൈകൊണ്ട് കഴുകാനുള്ളതൊക്കെ കഴുകി വെച്ചിട്ട് സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എൻ്റെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഡിന്നർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ദോശമാവ് കുറച്ച് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതാണ് കുറച്ചുകൂടെ നല്ല ഇഷ്ടം. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും സാധാരണ ദോശമാവ് സ്റ്റോർ ചെയ്യുന്ന പോലെ നമുക്കിത് 3-4 ദിവസം 4-5 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഇവിടെ നിന്ന് ആമസോണിൽ നിന്ന് മേടിച്ച ദോശ തവയാണ് കേട്ടോ. ഫ്യൂച്ചറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇത് അത്യാവശ്യം വലിയ ദോശ തവയാണ്. എനിക്കിങ്ങനെ മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ നല്ല രസമല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ്. പിള്ളേർക്കാണെങ്കിലും ഇതിലിച്ചിരി നെയ്യൊക്കെ തേച്ച് ഇങ്ങനെ ഗീ റോസ്റ്റ് പോലെ ദോശ ഉണ്ടാക്കുന്നതാണ് നല്ല ഇഷ്ടം. ഇങ്ങനത്തെ കിച്ചൺ യൂട്ടൻസിൽസ് ഒക്കെ ഇവിടെ കുറച്ച് കത്തിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നാട്ടിൽ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് വരുന്നതാണ് നല്ലത്.
പ്രൈസിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. അതുപോലെ കുക്കറൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല എക്സ്പെൻസീവാണ്. കുക്കർ, മിക്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും നാട്ടിൽ നിന്ന് മേടിക്കുക. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴും ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരും. പിന്നെ അത്യാവശ്യമൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മേടിക്കും. പിന്നെ നമ്മൾ കുറച്ച് കാലം ഇവിടെ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ പറയും പോലെ ആദ്യമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണല്ലോ സ്പെൻഡ് ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കും. ഇപ്പം നാട്ടിലാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണല്ലോ. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഡോളേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ ഇല്ലേ എന്ന് വിചാരിക്കും. ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്ന ദോശേനേക്കാളും ചെറിയ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇത് നല്ല ക്രിസ്പിയും സോഫ്റ്റൊക്കെ ആയതുകൊണ്ട് മക്കൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം എന്നും അരിദോശയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ അരിദോശ ഉണ്ടാക്കുന്ന കുറവാണ്. അപ്പോൾ ഇവാൻ ചോദിക്കുമായിരുന്നു, അമ്മ എന്താ വൈറ്റ് ദോശ ഉണ്ടാക്കാത്തതെന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നെക്സ്റ്റ് ടൈം അങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഞാനിത് കോസ്കോയിൽ നിന്ന് മേടിച്ച ഗീ ആണ് കേട്ടോ, മോക്ഷ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. ഇതിൻ്റെ ഇത് കണ്ടോ, ഒരു വൈറ്റ് കളർ പോലെ. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഗീയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എനിക്ക് ഈ ഗീ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിനൊരു നമ്മുടെ ഒരു ഡാൽഡ ഇല്ലേ, പണ്ട് നമ്മൾ വീട്ടിലൊക്കെ മേടിക്കുമായിരുന്നു പണ്ട്, അതിൻ്റെ ഒരു മണമാണ്. ഇതാണെങ്കിൽ ഒരു വലിയ ബോട്ടിലുമാണ്. ഞാനിത് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ? ഈ വൈറ്റ് കളറിൽ കാണുന്ന സംഭവം എന്താണെന്ന് ആർക്കെങ്കിലുമൊക്കെ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ഡിന്നർ, ദോശയും ടൊമാറ്റോ ചട്നിയും. ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ഒരു ക്വിക്ക് ക്ലീനിങ്. അപ്പോൾ ഡിന്നറൊക്കെ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരുവിധം എല്ലാം ഒതുങ്ങിയിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അധികം ക്ലീൻ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാൻ ഈ ഗ്യാസ് സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഞാനിതൊക്കെ കഴിക്കുന്നതിന് മുന്നേ ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ ദോശ നമ്മൾ ചൂടോടെ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുന്ന ഐറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്റ്റവ് ഒന്നും ശരിക്കും തണുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചു. നമ്മളെല്ലാവർക്കും അല്ലേ എപ്പോഴും നമ്മുടെ വീടും കിച്ചണും എല്ലാം നല്ല വൃത്തിയായി ഒതുങ്ങിയിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം എപ്പോഴും ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു റൂട്ടീനാണ്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ചെയ്ത് ശീലമുള്ളവർക്ക് അറിയാം അതിൻ്റെ വാല്യൂ. പക്ഷേ നിങ്ങളിത് ഒരിക്കലും ട്രൈ ചെയ്യാത്ത കാര്യമാണെങ്കിൽ, ഒരു മോർണിംഗ് റൂട്ടീൻ ആവട്ടെ അല്ലെങ്കിൽ ഒരു ഈവനിങ് റൂട്ടീൻ ആവട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ലെങ്കിൽ പ്ലീസ് സ്റ്റാർട്ട് എ റൂട്ടീൻ. അതൊരു മാജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും 24 മണിക്കൂറാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ചിലർ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സമയത്തിൽ ചെയ്യുന്നത്? പക്ഷേ മറ്റ് ചിലർ നമുക്കൊട്ടും സമയം തികയുന്നില്ല, 24 മണിക്കൂർ പോരാ എന്ന് പറയുന്നവരാണ് പലപ്പോഴും. സമയം എങ്ങനെയാണ് പോകുന്നത് എന്നറിയില്ല എന്ന് പരാതി പറയുന്നവരാണ് ഒരുപാട് പേര്. അപ്പം നമുക്ക് ആ ഉള്ള സമയം നമുക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്ലാൻ വേണം, നമുക്ക് എന്തെങ്കിലും ഒരു സിസ്റ്റം വേണം. നമുക്ക് വർക്കാവുന്ന നമ്മുടെ കാര്യങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ടും പ്രൊഡക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടീൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റൂട്ടീനും ഇല്ലാതെ നമുക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഓരോ പടിപടിയായിട്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഒരുമിച്ച് വരുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടു പോവുക. കുഞ്ഞു മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ നമ്മൾ ഈവനിങ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണ്, നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കുറച്ച് ടി വിയൊക്കെ കണ്ട് അങ്ങനെ പതുക്കെ അടുക്കളയിൽ ഓരോന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. അത് ചിലപ്പോൾ ഭംഗിയായിട്ട് ചെയ്യുന്നവരും ഉണ്ടാകാം. അപ്പോൾ നമ്മളൊരു 1 അവറൊക്കെ റിലാക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ മേ ബി അതൊരു 45 മിനിറ്റ്സോ 30 മിനിറ്റ്സോ ഒക്കെ ആയിട്ട് കുറയ്ക്കുക. അങ്ങനെ എന്താണോ നമുക്കല്ലേ നമ്മുടെ ലൈഫ് അറിയുന്നത്. അപ്പോൾ എവിടെയാണോ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യാം. ആൻഡ് നമ്മൾ വേറെ ആരുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമായിട്ടോ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസുമായിട്ടോ ഒന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളും റിയാലിറ്റിയും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാകണം എന്നില്ല. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്കുണ്ടായിരിക്കുക. അങ്ങനെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒരു 8:30 8:45 മിക്കവാറും പരിപാടികളൊക്കെ തീരും. ഇത് കുറച്ച് അജ്വൈൻ വാട്ടറാണ്. അയമോദകയില്ലേ, അതും കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഞാൻ അയമോദകം അങ്ങനെ കഴിക്കും, വെള്ളം കുടിക്കും. ഇത് നമ്മളെ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് അല്ലെങ്കിൽ ജീരക വെള്ളം, ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഞാൻ പിന്നെ എൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലും ചെറിയ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഈയിടെയായിട്ട് ഭയങ്കര ഉഴപ്പാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സാധാരണ വർക്കിംഗ് ഡേയിലെ വൈകുന്നേരം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.